ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് റീഡിങ് ചെയ്യുന്നുണ്ട്. അടുത്ത 2-3 ദിവസം ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. ഓക്കെ, എന്തായാലും ഞാൻ പറ്റുന്ന ദിവസങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോൾ ഇന്നുണ്ട് നാളെ ഇല്ല എന്നൊന്നും പറയുന്നില്ല. സോ നമുക്ക് നോക്കാം, പോകുന്ന പോലെയൊക്കെ പോട്ടെ. ഓക്കെ, ആക്ച്വലി ടാരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇന്ന് നാളെ തൊട്ട്. ആക്ച്വലി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ മെയിൻ ദിവസമല്ലേ 1-ാം തീയതി 2-ാം തീയതിയൊക്കെ ആയിട്ട് വിജയദശമിയും ഇതൊക്കെ വരില്ലേ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കി വിടുന്നുണ്ടെന്ന് മാത്രം, ക്ലാസ് ആയിട്ടല്ല. സോ സ്റ്റാർട്ടാക്കി വിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇൻട്രൊഡക്ഷൻ അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ഉണ്ട് ടാരോ ക്ലാസ്സിൻ്റെ 15th വരെ. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യാം, ബിക്കോസ് എനിവേ ഞാനും അപ്പോഴേക്കും ഒന്ന് സെറ്റിലായിട്ട് വരും. സോ ഒരു 5th ഒരു 10th ശേഷം ഞാൻ എന്തായാലും ക്ലാസ് ഞാൻ കറക്റ്റായിട്ട് തുടങ്ങുള്ളൂ. ബട്ട് ഓൾറെഡി കുറച്ച് പേരായിട്ടുണ്ട്. സോ മേ ബി അത് വേറെ നിങ്ങളെ ഇനി ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് വേറെ സെപ്പറേറ്റ് ബാച്ച് ആക്കുക എന്തെങ്കിലും ഞാൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെയുണ്ട്. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഇല്ല പ്ലീസ്. ഓക്കെ, എനിക്ക് ഈ ഒരു മാസം കൂടെ ഞാൻ ഒക്ടോബർ കൂടി ഞാൻ ഒട്ടും പേഴ്സണൽ റീഡിങ്സിലേക്ക് ഞാൻ വരില്ല. അത് കഴിഞ്ഞിട്ടേ ഞാൻ ആലോചിക്കുള്ളൂ, എനിക്ക് ഉറപ്പില്ല. ഓക്കെ, സോ എൻ്റെ ടൈമൊക്കെ എങ്ങനെയാണ് സ്ട്രെച്ച് എല്ലാം ഒന്ന് നോക്കിയ ശേഷം ഞാൻ തീരുമാനിക്കുള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ജനറൽ ഗൈഡൻസ് എടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ റിലേഷൻഷിപ്പ് കൂടാം, കാരണം ഒരു വീഡിയോ ആകുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്ക് എളുപ്പമാണ്. സോ ഓക്കെ, നമുക്ക് രണ്ടും കൂടി ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഫുൾ കാണാം. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ജനറൽ കാണണ്ട എന്നുണ്ടെങ്കിൽ നേരെ റിലേഷൻഷിപ്പിലേക്ക് പോയിക്കോളൂ. ഞാൻ വേണമെങ്കിൽ ടൈം സ്റ്റാമ്പ് താഴെ ഇടാം. ഓക്കെ, ശരി. ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നിങ്ങൾക്ക് ഒക്ടോബറിലേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഒക്ടോബർ മാസത്തിലേക്ക് ജസ്റ്റ് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എന്താ വരുന്ന നോക്കാം. ലോങ് റീഡിങ് ആവാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒത്തിരി സമയമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, സ്ട്രെങ്ത്, 5 wands, Ace of Swords, 5 cups, 5 വീണ്ടും Chariot and Fool. ഇതൊരു ഒക്ടോബർ എന്ന രീതിക്കാണ് ഞാൻ നോക്കുന്നത്, ഓവറോൾ എനർജി എന്ന രീതിക്കാണ്. സോ ഒരു മാസത്തെ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യാം, കുറച്ച് കാഴ്ചകൾ എടുത്തേക്കാം. ലെറ്റ്സ് ക്ലാരിഫൈ. Judgment, 4 of Wands and 1 more. ഓക്കെ, കാർഡ് കാണിക്കാൻ പാടില്ല. ലവേഴ്സ് കാർഡാണ്. ഓക്കെ, ഹോപ്പ് എഡിറ്റ് ചെയ്യാൻ വയ്യ എനിക്ക്, അതുകൊണ്ട്. ഓക്കെ, 4 of Cups, 8 of Swords. ശരി, ഇവിടെ ഓവറോൾ കാണുന്നത് ഒക്ടോബർ മന്തിലേക്ക് നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്ന ഒരു മന്തായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ തന്നെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ധൈര്യം, നിങ്ങളുടെ പേടികളെ മാറ്റിയെടുക്കുക, നിങ്ങൾ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് ഓരോന്നും മറികടക്കാനുള്ള ഒരു കഴിവ്, എന്തും പറയാം. ഓക്കെ, അങ്ങനെ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷനും നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലെവലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് മേ ബി ഇത് ഡെവലപ്പ് ചെയ്യാൻ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ നിങ്ങൾക്ക് ആവാൻ സാധിക്കും എന്ന് പറയുന്നതായിരിക്കും. അത് കണ്ടുപിടിക്കാം, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, 5 wands ഉണ്ട് ഇവിടെ. 5 wands, 10 of wands. ആക്ച്വലി ഇവിടെ 9 of swords ഉണ്ടായിരുന്നു. സോറി, 9 of swords പറയുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ, സ്ട്രെസ്സ് എന്ന രീതിക്കൊക്കെയാണ് എനിക്ക് കാണുന്നത്. രാത്രി ഉറക്കമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ. സോ മേ ബി അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിരിക്കാം നിങ്ങളോട് പറയുന്നത്. മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആവണം എന്നാ പറയുന്നത്. ആൻഡ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ആക്ച്വലി നിങ്ങൾ അതിനെ നമ്മൾ പറയില്ലേ, ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾക്കത് ജയിക്കാൻ സാധിക്കും. ഒന്ന്, ആദ്യം ഓവർ തിങ്കിങ് വരുത്തുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങളുടെ പേടികളാണ് കുറേയൊക്കെ നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നതാണ്, ചിന്തിച്ച് കൂട്ടുന്നതാണ്. സോ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ മുമ്പ് എന്തെങ്കിലും ലോസ് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങൾ, അതൊക്കെ തന്നെ നിങ്ങൾ വീണ്ടും ഇനി സംഭവിച്ചാലോ എന്ന് ഓർത്തിട്ടൊക്കെ നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. അങ്ങനെയാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ വീണ്ടും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഉറക്കം പോലും ആക്ച്വലി പോകുന്ന ഉറക്കം പോലും പോകുന്ന മട്ടിലാണ് ഇവിടെ കാണുന്നത്. ബട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. ഏത് കാര്യവും നിങ്ങൾക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അവിടെ എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്.
എൻ്റെ ഇവിടെ 5 ഫോൺസ് 10 ഫോൺസ് ഉണ്ട്. സോ അഗെയിൻ ഇവിടെ സ്ട്രഗിൾസിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഭാരങ്ങൾ നിങ്ങളുടെ മേലെയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. പരസ്പരം കോമ്പറ്റീഷൻ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഒരുപാട് നിങ്ങളെപ്പറ്റി ഗോസിപ്പ് നടക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഒരു ക്ലാഷ് വരിക, ഐഡിയാസ് ക്ലാഷ് ചെയ്യുക എന്ന് പറയും. അതായത് ഒപ്പീനിയൻ, നിങ്ങൾ ഓരോരുത്തരുടെ ഒപ്പീനിയൻ വേറെ വേറെ ആയിരിക്കും അല്ലേ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ചിന്തകളായിരിക്കാം. സോ അതിൻ്റെ ക്ലാഷ് ആയിരിക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു ഒത്തുപോകാൻ പറ്റാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. മേ ബി ബന്ധങ്ങളിലായാലും ഈവൻ ഓഫീസിലായാലും എവിടെയായാലും, നിങ്ങൾ ജോലിയിൽ പോകുമ്പോഴോ പുറത്തായാലും നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ചുറ്റുപാടുമായിട്ട് ഒരുപാട് ക്ലാഷസ് വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കോമ്പറ്റീഷൻസ് വരുന്ന പോലെ, ഒരുപാട് കോൺഫ്ലിക്റ്റ് വരുന്ന പോലെ, അതൊക്കെ നിങ്ങളുടെ മേലൊരു ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ക്ലാഷ് ശരിക്കും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മേ ബി അവിടെ സിറ്റുവേഷൻ ശരിയാക്കണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. അതാണ് ഇവിടെ ഓവർ തിങ്കിങ് കാണുന്നുണ്ട്, നെഗറ്റീവ് തിങ്കിങ് കാണുന്നുണ്ട്, പേടികൾ കാണുന്നുണ്ട് എനിക്ക്. സോ ഇവിടെ പക്ഷെ അത് ആ ഭാരം നിങ്ങൾക്ക് കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒക്ടോബറിലേക്ക് മേ ബി ഇത് ചിലപ്പോൾ ഒരു ടെൻഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതലാവാനുള്ള ഒരു സാധ്യത എനിക്ക് കാണുന്നുണ്ട്. ഭാരം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എനിവേ 10 ആണ് നമ്മുടെ അല്ലേ. സോ ഒക്ടോബർ എന്ന് പറയുമ്പോഴും 10 നമ്പർ വന്നിട്ടുണ്ട്. സോ 10 ആണ് ഇവിടെ. സോ ഒരു എൻഡിങ് എത്തുകയാണ് നിങ്ങൾ. ഓക്കെ, ഇനി ഇതിനപ്പുറം എനിക്ക് ഇത് ഭാരം താങ്ങാൻ പറ്റില്ല എന്ന് പറയില്ലേ, ആ ഫീലിംഗ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഈവൻ ബന്ധങ്ങളിലായാലും നമ്മൾ പറയില്ലേ, ചില സമയത്ത് എപ്പോഴും അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക, എപ്പോഴും ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവസാനം നമുക്കത് മടുക്കും അല്ലേ. ശരിയാക്കാൻ ശ്രമിച്ച് നമ്മൾ മടുക്കും. നമ്മൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുക, അതൊക്കെ ഒരു ഭാരമായിട്ട് മാറുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാരം താങ്ങാൻ പറ്റില്ല, താഴെ ഇട്ടേ പറ്റൂ എന്നുള്ളത് വരും. സോ അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. ബട്ട് എനിവേ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്ന സ്ട്രെങ്ത് ആണ്. സോ യെസ്, നിങ്ങളോട് പറയുന്ന ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കൂ എന്നാണ്. ധൈര്യം വെച്ചിരിക്കൂ, കോൺഫിഡൻസ് ആയിട്ടിരിക്കൂ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കൂ, കാര്യങ്ങളൊക്കെ ബെറ്റർ ആവും എന്നൊരു സൂചന നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ബട്ട് യെസ്, അത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും എല്ലാം ഒരുപാട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ എത്തുന്ന കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് അതിന് ശേഷം ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ്. സോ നിങ്ങൾ ഐ തിങ്ക് നല്ലോണം ചിന്തിക്കും. ഓക്കെ, നിങ്ങൾ ഡീപ്പ് തിങ്കിങ്ങിലേക്ക് പോകും. നിങ്ങൾ ശരിക്കും കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് അനലൈസ് ചെയ്യാൻ തുടങ്ങും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളിവിടെ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല, അങ്ങനെ എന്താണോ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം, അതിനെപ്പറ്റി നിങ്ങൾ നല്ലോണം ഡീപ്പ് തിങ്കിങ്ങിലേക്ക് പോകും. ഓക്കെ, ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്നെടുത്ത് ആലോചിക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്ത തെറ്റുണ്ടോ, മിസ്റ്റേക്സ് ഉണ്ടോ, അതോ നിങ്ങൾ എവിടെയാ ഒരുപാട് താണു കൊടുത്തിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ, ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം വിട്ടുകൊടുത്തോ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കും ശരിയായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കും. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ തിരുത്താൻ തയ്യാറുമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ആക്ച്വലി ഏസ് ഓഫ് സോർട്സ് കാണുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നതാണ് കാണുന്നത്. സോ ഐ തിങ്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഭാരം അവസാനം നമ്മൾ താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. പക്ഷെ അത് നിങ്ങൾ ചിന്തിച്ച് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ന്യായം, നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്ത് എന്ന് പറയും നമ്മൾ. അതായത് നമ്മൾ ഒരു ഭാരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിയാക്കണം എന്ന് നിർബന്ധമില്ല. ചിലത് നമ്മൾ വിട്ട് കളയേണ്ടി വരും. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ എന്താ എന്താണ് അനുഭവിച്ചത്, അതിൽ നിന്ന് ഞാൻ എന്താ പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം എന്ന രീതിക്കും ഒരു ആക്ഷൻ എന്ന രീതിക്കും നമുക്ക് പറയാം. ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി എന്ന് പറയാം. ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. സോ മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും റിയലൈസ് ഇതാണ് സത്യാവസ്ഥ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, ഒരു ക്ലിയർ ആവും. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് അറിയാതെ അല്ല. പക്ഷെ നമ്മളെപ്പോഴും പറയില്ലേ, ഒരു ചിലപ്പോൾ മേ ബി എൻ്റെ തോന്നലാണെങ്കിലോ, ഓക്കെ സിറ്റുവേഷൻ മാറിയാലോ നന്നായാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അവസരം കൊടുത്തുകൊണ്ടിരിക്കും. ബട്ട് ഇവിടെ ഐ തിങ്ക് ഫൈനലി നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടൊരു ബോൾഡായിട്ട് ആക്ഷൻ എടുക്കുന്ന പോലെയുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇനി എനിക്ക് ഇതിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എനിക്ക് പറ്റില്ല, താങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾ തുറന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. അതിന് ചില റിഗ്രറ്റ്സ് കാണുന്നുണ്ട്. സോ ചിലത് നിങ്ങൾ അഗെയിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയാണ് ചിലതൊക്കെ. എല്ലാം അല്ല കേട്ടോ, ഓക്കെ, എല്ലാം നഷ്ടപ്പെടുന്നു എന്നല്ല. ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഓൾറെഡി. ആ പാസ്റ്റിലെ നഷ്ടങ്ങൾ ഓക്കെ അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിനി മുന്നോട്ട് ഒരു പ്രോപ്പറായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലെടുക്കുന്ന പോലെയാണ്. അതാണ് ആദ്യം തന്നെ സ്ട്രെങ്ത് വന്നു ഇവിടെ. സോ
4 ഓഫ് വാൻസ് ആണ് ഇവിടെ. 4 ഓഫ് വാൻസ് നമ്മൾ സക്സസ്, സന്തോഷം, ഫാമിലി, മാരേജ്, എല്ലാ കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഇരട്ടി തിരിച്ചു വരും. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടത് അതിനെ നിങ്ങൾ വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയും ചില കാര്യങ്ങൾ ബാക്കിയുണ്ട്, അതിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളിൽ എന്തെങ്കിലും പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ഓക്കെ, അതിനെ ഒന്നുമില്ല മാറ്റാൻ നിങ്ങൾക്ക്, ഐ തിങ്ക് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോബ്ലി അവിടെ ആ സിറ്റുവേഷനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ അത് ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ അല്ലേ, ഒരാൾ മാത്രം ചിന്തിച്ചാൽ മതിയാവില്ല. സോ അവിടെ ഐ തിങ്ക് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ആൻഡ് അതിന് ശേഷം യെസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടാം. ഓക്കെ, ഫ്രണ്ട്ഷിപ്സ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തെങ്കിലും, സോറി ജോലി ലോസ് ഒന്നും വരാതിരിക്കട്ടെ, അങ്ങനത്തെ എല്ലാം ഞാൻ പറയുന്നത്. ബട്ട് എന്നാലും എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്കൊരു ലോസ് ഫീൽ ചെയ്യാം. കൂടുതലും ഐ തിങ്ക് എനിവേ എന്തായാലും നഷ്ടങ്ങൾ മേ ബി നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കാം നിങ്ങളുള്ളിൽ. ബട്ട് ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് പോയത് പോട്ടെ, ഓക്കെ, നഷ്ടപ്പെടുന്നത് പൊക്കോട്ടെ, ബിക്കോസ് അത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, കമ്മിറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് സക്സസ് വെയിറ്റ് ചെയ്യുന്നു. ജോലി സ്ഥലത്തായാലും നിങ്ങൾ ഇത് ആഘോഷം പോലെയാണ്, ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്. സോ നിങ്ങൾ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ഓക്കെ, നിങ്ങൾ ഈ ഒരു വിഷമത്തിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇവിടെ ലവേഴ്സ് ആൻഡ് ചാരിറ്റി, ഇത് രണ്ടും ഒരേ എനർജിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ലവേഴ്സ് പറയുമ്പോൾ യെസ് ഒന്ന് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോയ്സ് എന്ന് പറയും, അതായത് രണ്ട് കാര്യങ്ങളിൽ തമ്മിലുള്ള ഒരു തീരുമാനമെടുക്കൽ. അതേപോലെ തന്നെയാണ് ചാരിറ്റും നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോവുക, സക്സസ് വരിക, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സക്സസ് എന്ന രീതിക്കാണ്. പക്ഷെ ഇവിടെയും ഒരു രണ്ട് മൈൻഡിൻ്റെ കാര്യമുണ്ട്, അതായത് രണ്ട് കാര്യങ്ങൾ, രണ്ട് വശത്തേക്ക് നമ്മുടെ മനസ്സ് പോവുക, ചിന്തകൾ നമ്മൾ രണ്ട് വശത്തേക്ക് പോവുക. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു ഭാഗത്തേക്ക് നമ്മൾ ഫോക്കസ് വെച്ച് കൊണ്ടുപോകണം എന്നാണ് പറയാം. ഓക്കെ, സോ ഇവിടെയും ഒരു തീരുമാനം തന്നെയാണ് അല്ലേ, അതും ഒരു തീരുമാനമാണ്, ഇതും ഒരു തീരുമാനമാണ്. സോ രണ്ട് കാർഡും നിങ്ങൾക്ക് സിമിലർ എനർജിയാണ് തരുന്നത്. ഒന്ന് ബന്ധങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കത് കാണിക്കുന്നത് മേ ബി നിങ്ങളുടെ ലൈഫിലൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം. മേ ബി നിങ്ങൾ ക്വസ്റ്റൻ അതുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും, ചോയ്സിൻ്റെ ടൈം വരും. നിങ്ങൾ അതിൽ നിൽക്കണോ വേണ്ടേ എന്നായിരിക്കാം, മുന്നോട്ട് പോകണോ വേണ്ടേ, ഓക്കെ, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടു പോകണോ. ഐ തിങ്ക് ഒരു ചോയ്സിൻ്റെ സമയം നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. കാരണം ഈ ഭാരം നിങ്ങൾക്ക് അധികം താങ്ങാൻ പറ്റില്ല ഇനി. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങൾ എപ്പോഴും ഒരു നല്ല ബന്ധങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു കാണാം. ബട്ട് അവിടെയൊക്കെ നിങ്ങൾ ഒരു പരിധിക്കപ്പുറം നിങ്ങളങ്ങനെ ചെയ്ത് അവസാനം ഐ തിങ്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ടി വരും, ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് ആക്ച്വലി. സോ ഇവിടെ പറയുന്നത് ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ യെസ് അതൊരു നല്ല മോശം എന്ന രീതിക്കല്ല, പക്ഷെ എന്നാലും ചില സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളൊന്ന് മാറി നിൽക്കേണ്ടി വരും, അതായിരിക്കാം. അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഇവിടെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ചാരിറ്റി പക്ഷെ നമുക്കൊരു പോസിറ്റീവ് ഇതും തരുന്നുണ്ട്. പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ആൻഡ് ഇവിടെ സ്ട്രെങ്ത്തും ഇതും തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഇന്നർ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ, ഇന്നർ സ്ട്രെങ്ത്ത്, നമ്മൾ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിറ്റുവേഷനെ നമ്മൾ കൺട്രോളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അതേ കാർഡാണ്. ഇവിടെയും നമുക്ക് ആ മീനിങ്സ് ഓൾമോസ്റ്റ് സിമിലർ വരും. സോ ഇവിടെ നിങ്ങൾക്കത് സാധിക്കും. ഓക്കെ, അതിനാദ്യം വേണ്ടത് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു സ്ട്രെങ്ത്ത് കൊണ്ടുവരാം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്തും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ യെസ് ഫേസ് ചെയ്യേണ്ടി വരും, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ടെൻഷൻ ഫേസ് ചെയ്യേണ്ടി വരും, നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യേണ്ടി വരും, എല്ലാം ഉണ്ടാവും. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം നിങ്ങൾ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഐ തിങ്ക് നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സ്ട്രോങ് ആക്ഷൻ ആയിരിക്കും അത്. ഓക്കെ, ആ ഒരു സ്ട്രോങ് ഡിസിഷൻ, തീരുമാനം നിങ്ങളെടുക്കും. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് വളരെ നല്ലത് കൊണ്ടുവരും. ആക്ച്വലി നിങ്ങൾക്ക് ഓവറോൾ ആക്ച്വലി ഞാൻ ഒക്ടോബറിൻ്റെ ഒരു ഓവറോൾ എനർജി നിങ്ങൾക്ക് എന്താണ്, ഓവറോൾ മെസ്സേജ് യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് തരുന്നത് നോക്കാം. ഓവറോൾ മെസ്സേജ് യൂണിവേഴ്സ് ഒക്ടോബറിലേക്ക് എന്താ തരുന്നത്? ശരി, അഗൈൻ ഫുൾ കാർഡ് നേരത്തെ മാറ്റിങ് ഉണ്ടായിരുന്നു.
ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് തുടക്കം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരു പുതിയ തുടക്കം വരും എന്ന രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം. നിങ്ങൾക്ക് ആക്ച്വലി ഫുൾ കാർഡ് നമ്മുടെ നമ്പർ ആക്ച്വലി 0 എന്നാണ് പറയാം. ഓക്കെ, ഇത് ഫസ്റ്റ് കാർഡാണ് ടാരോന്റെ ആൻഡ് 0 എന്നാണ് ഇതിലെ നമ്പർ ശരിക്കും. ഓക്കെ, അപ്പോൾ ആ 0 എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ 10ന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഇനി ഒക്ടോബർ ആണ് അല്ലേ. സോ അഗൈൻ 10 എന്ന് പറയുമ്പോൾ എൻഡിങ് ആണ്. ആൻഡ് അത് കഴിഞ്ഞാൽ 0 തൊട്ട് നമ്മൾ വീണ്ടും തുടങ്ങുന്ന പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന രീതി കാണുന്നുണ്ട്. ബട്ട് ഇവിടെ അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്കൊരു ഓവറോൾ ഗൈഡൻസ് എന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആവുക. ഫസ്റ്റ് ഓഫ് ഓൾ ക്വീൻ ഓഫ് സോർട്സ് എനർജിയിലേക്ക് നിങ്ങൾ വരാം. ക്വീൻ അല്ല, കിങ് ആയാലും നിങ്ങൾ ജെൻസ് ആയാലും ഓക്കെ. ക്വീനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ലേശം ഇമോഷൻസ് ഉള്ളിലുണ്ടാവും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, കിങ്ങിൽ നമ്മൾ ജെൻസ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇമോഷൻസ് കുറവേ എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ബട്ട് ഇവിടെ ക്വീൻ ഓഫ് സോർട്സ് എനർജിയിലേക്ക് നിങ്ങൾ വരണം. വളരെ ലോജിക്കായിട്ട് ചിന്തിക്കുക, വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലെടുക്കുക. ഓക്കെ, അതിവിടെ ഓൾറെഡി അതിനെ പറഞ്ഞു നിങ്ങളുടെ. പക്ഷേ ഈ ഒരു അതെന്താന്ന് വെച്ചാൽ കൺട്രോൾഡ് ആയിരിക്കും, അതായത് നമ്മൾ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റൈറ്റ് തിങ് നിങ്ങൾ ചെയ്യാനും തയ്യാറാവുക എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് എന്താണ് ശരി, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നല്ലത്, അതിനു വേണ്ടി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഇതാണ് കാണുന്നത്. കോൺഫിഡൻസോടെ ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ്. നിങ്ങളോട് ഒരു അഡ്വൈസ് ഉണ്ട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കും. ഓക്കെ, പക്ഷേ ഐഡിയാസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ ആക്ഷനായിട്ട് കൂടി മാറ്റണം ഒന്നാമത്തെ കാര്യം. പക്ഷേ ഈ നൈറ്റ് ഓഫ് സോർട്സ് ലേശം എടുത്തുചാട്ടത്തിൻ്റെ പറയും, അല്പം എടുത്തുചാട്ടം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയും വേണം. ഓക്കെ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ബട്ട് ആക്ഷൻ വേണം. ഓക്കെ, ബട്ട് അതാണ് ക്വീൻ ഓഫ് സോർട്സ് എനർജി എന്ന് പറഞ്ഞാൽ. അതായത് വളരെ ആലോചിച്ച്, വളരെ പ്ലാൻ ചെയ്ത്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ തന്നെ കൺട്രോൾ വെച്ച് ഓക്കെ, ബട്ട് നമുക്ക് വേണ്ടി നല്ലത് എന്ന് ചിന്തിച്ച്, മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന രീതിയിലല്ല, പക്ഷെ നമുക്ക് നല്ലത് എന്താണ്, അങ്ങനെ ഒരു ആലോചിച്ചൊരു ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒന്ന് സൂക്ഷിക്കുക, എടുത്തു ചാടി ഒന്നും ചെയ്യുകയും വേണ്ട. ഓക്കെ, തീരുമാനം എടുക്കാനുണ്ടാവും അല്ലേ. തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ എടുത്ത് ചാടി ചെയ്യരുത്. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, എന്തായാലും ഫുൾ കാർഡ് ഇവിടെ പറഞ്ഞു ഞാൻ. സോ ഒരു പുതിയ ബിഗിനിങ് തുടക്കം എനിക്ക് കാണുന്നുണ്ട്. ലെറ്റ്സ് നമുക്കൊരു ഗൈഡൻസ് കൂടെ എടുത്തേക്കാം. ഐ തിങ്ക് വീഡിയോ നല്ല ലോങ് ആയി. വിശപ്പ് സാല എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ തന്നെ ഇട്ടേക്കാം. Okay, be candid. Priorities. Concentration. Spiritual quest. Okay, very good. Drive. Harmony. Blessings. ഓക്കെ, നിങ്ങൾക്ക് പീസ്, സമാധാനം, ബ്ലെസ്സിങ്സ് എല്ലാം വരുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, ഇത് 22 ആണ്, ഇത് 44 ആണ്. സോ നമ്പേഴ്സ് റിപ്പീറ്റേഷൻസ് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്ന ബി കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, ഫ്രീ മൈൻഡോടെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ലൈഫിനെ. യുനോ ഒരു കൺട്രോൾ ചെയ്ത് നിങ്ങൾ എന്താ പറയുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവനവനെ കൺട്രോൾ ചെയ്ത് നമ്മൾ എന്താ പറയുക പെരുമാറുന്നൊക്കെ ഇങ്ങനെ ഒരു യാന്ത്രികമായി പോകാന്നൊക്കെ പറയില്ല, അങ്ങനെയൊന്നും ആവരുത്. ഓക്കെ, വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ മൈൻഡിനെ വിട്ടേക്കാം. ആൻഡ് ഇവിടെ പ്രയോറിറ്റീസ് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി എന്തിലേക്കായിരിക്കണം നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യത്തിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതിനാണ് ആദ്യത്തെ പ്രയോറിറ്റി എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കോൺസെൻട്രേഷൻ കാണുന്നുണ്ട്. ആൻഡ് അഗെയിൻ ചാരിറ്റ് കാർഡിനെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു കാര്യം തീരുമാനിച്ചു മുന്നോട്ട്, അപ്പോൾ അതിന് കോൺസെൻട്രേഷൻ വേണം. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഫോക്കസ് വേണം. ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ രണ്ടും. അതായത് നമ്മൾ തീരുമാനിക്കുക എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത്. സോ അതിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മൈൻഡിൻ്റെ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിടാതെ ഒരു കൺട്രോളിൽ കൊണ്ടുവന്ന്. ഓക്കെ, സോറി ഇടയിൽ ഡിസ്റ്റർബായി. സോ നിങ്ങൾ ഒരു ഫോക്കസ് വെച്ച് മനസ്സിനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിടാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ആദ്യം നിങ്ങൾ തീരുമാനമെടുത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ഓക്കെ ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക. എന്നിട്ട് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് സ്പിരിച്വൽ ക്വസ്റ്റ് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലായിരിക്കാം. ഓക്കെ, സ്പിരിച്വലായിട്ട് കുറച്ചുകൂടിയൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ അറിവ് അതിലൊക്കെ നേടാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ മെഡിറ്റേഷനോ പ്രാർത്ഥനയോ കുറച്ച് അറിയാൻ ശ്രമിക്കുക. എന്താണ് യൂണിവേഴ്സ്, ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഡ്രൈവ് കാണുന്നതിൻ്റെ ഇത് 2 തരത്തിലെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് ഓഫ് സോർട്സ് എനർജി ഉണ്ടായിരുന്നു അല്ലെ, ഒരു എടുത്തുചാട്ടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു.
അതേ കാർഡാണ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്ത് പെട്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ, സോറി ഞാൻ കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒന്ന്, യെസ്, നിങ്ങളൊരു ജേർണി, യാത്ര എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങളെങ്കിലും ട്രാവൽ എന്തെങ്കിലും ചെയ്യാനുള്ള പോസിബിലിറ്റി ആയിരിക്കാം. അതല്ലാതെ ഇവിടെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു പാഷൻ, ഓക്കെ, ഒരു ആക്ഷൻ എടുക്കാനുള്ള നമ്മളുടെ ഉള്ളിൽ നിന്നൊരു ഇത് വരുമല്ലോ, എനിക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരില്ലേ, ഡ്രൈവ് എന്ന് പറയുമോ അതിനെ. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ബട്ട് അഗെയിൻ ഇതിലൊരു വാർണിംഗ് ഓൾറെഡി ഉണ്ടായിരുന്നു, കുറച്ച് എടുത്ത് ചാടരുതെന്ന്. പക്ഷെ എന്നാലും ആക്ഷൻ എടുക്കുകയും വേണം. സോ അതൊക്കെയാണ് കൺട്രോൾ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ എനിവേ ഇവിടെ ഡ്രൈവ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആൻഡ് ചാരിറ്റിൻ്റെ കാർഡായിട്ട് കൊടുക്കാം നമുക്കത്. യെസ്, സോ ചാരിറ്റിൻ്റെ കാർഡ് പോലെയും പറയാം. സോ മുന്നോട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന കാണുന്നുണ്ട്. ഒരു ബെറ്റർ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അഗൈൻ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഇത് ചാരിറ്റിൻ്റെ കാർഡ് കൂടിയാണിത്. സോ യെസ്, കൂടുതലും യാത്രകളും കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ, മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യാത്രകൾ ചിലപ്പോൾ വന്നേക്കാം ഒക്ടോബറിൽ. ഓക്കെ, അതെനിക്ക് ഫീൽ ചെയ്തു. ഇതും കണ്ടു, ഇത് 2 എലിയുണ്ട്, ഇതിൽ 2 ഇതുണ്ട്. സോ എവിടെയോ എല്ലാം മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. ആക്ച്വലി ഒരു കാര്യം ചെയ്യാം, ഞാൻ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം. ഓൾറെഡി ലോങ് റീഡിങ് ആയി. ലെറ്റ് മീ സെപ്പറേറ്റ് ഇറ്റ്. ഓക്കെ, അടുത്ത സെപ്പറേറ്റ് വീഡിയോ കണ്ടോളാം. താങ്ക് യു.